ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഡേറ്റ്സ്. ഇത് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ മറ്റേ ബ്രൗൺ കളറിൽ അത് നല്ല പഴുത്തിട്ടുള്ള ഡേറ്റ്സാണ്. ഇത് പച്ച ഡേറ്റ്സ്. അപ്പം ഇത് പക്ഷേ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിന് നമ്മൾ വിചാരിക്കുന്ന പോലെ മധുരമില്ല. ഇതിന് ആക്ച്വലി നല്ല ചവർപ്പാണ്, നല്ല കറയുടെ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ കറയുടെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഷെയ്ക്കൊന്നും അടിക്കാനും പറ്റില്ല, ഇത് പച്ചയ്ക്ക് കഴിക്കാനും പറ്റുന്നില്ല. സോ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ നമുക്കിത് അച്ചാറിട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഈ സംഭവം വെച്ചിട്ട് ഇന്ന് അച്ചാറിടാൻ പോവാണ്. അപ്പം നമുക്കറിയില്ല എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കൊള്ളാമെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് അച്ചാറുണ്ടാക്കിയിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഡേറ്റ്സൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിനായിട്ട് വേണ്ടത് ശർക്കര, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മുളക്, പിന്നെ കറിവേപ്പില, ഇതൊക്കെ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഒരു പാൻ എടുക്കുക. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം കടുകിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മാക്സിമം അത് കരിയാതെ നമ്മൾ നോക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന കറിവേപ്പില, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഒരു വറ്റൽ മുളക് കൂടെ, നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ഇതൊക്കെ ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ സാധാരണ അച്ചാറുണ്ടാക്കുന്ന അതേ പ്രൊസീജിയേഴ്സ് തന്നെ. അപ്പം ഇതിലേക്ക് ഈ പൊടികളെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഡേറ്റ്സിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപ്പിടുന്നില്ല. ഇനി കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കര കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ആക്ച്വലി ഇത് കുറച്ചൊരു മധുരം, നമ്മുടെ ആ ഒരു ചവർപ്പുണ്ടെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ആ ചവർപ്പൊക്കെ ഒന്ന് മാറി കുറച്ചൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കാം, പക്ഷേ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് ശർക്കര വേണമെങ്കിൽ കൊടുക്കാം. ഇതിലേക്ക് പിന്നെ നമ്മൾ അവിടെ എടുത്ത് വെച്ചിരുന്ന ഡേറ്റ്സ്, നമ്മുടെ മെയിൻ ഐറ്റം, ഇതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു. അപ്പം നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ശരിക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.